വളരെ സിമ്പിൾ. 240 രൂപ ഒരു വർഷത്തിൽ അടവ് വരും. ഇപ്പോൾ ഈ 400 രൂപ പഞ്ചായത്ത് പറഞ്ഞു. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ പിന്നെ ആനുകൂല്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഉദാഹരണം മാത്രം പറഞ്ഞത് ഞാൻ അവസാനിക്കും. കാരണം കോവിഡ് സമയത്ത് ഈ കോവിഡിൻ്റെ സമയത്ത് 2000 രൂപ ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ള എല്ലാ ക്ഷേമനിധി ബാങ്കുകൾക്കും അടവ് അടച്ചിരുന്നു. അന്ന് 60 രൂപ ഒരു കൊല്ലത്തിലാണ് 2000 രൂപ. ഇപ്പോൾ ഈ 90 തുടങ്ങി ഇപ്പോൾ ഇന്ന് വരെ ഇപ്പോൾ ഈ വർഷം ഡിസംബർ വരെ അവസ്ഥ നടത്താൻ 2200 അടവ് ചെന്നിട്ടുണ്ടാവും. ആ ആളുകളായിട്ട് ഇപ്പം നമുക്ക് പറഞ്ഞ 30,000 ദിവസമാണ്. പിന്നെ ഇപ്പോൾ ഇടുക്കിയുള്ള വിദ്യാഭ്യാസം പ്രശ്നങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ പ്രസവം മറ്റൊരു ചികിത്സ അപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ 620 രൂപ ഗവൺമെൻറ് അടക്കുന്നു. അതോടൊപ്പം നമ്മൾ 240 രൂപ അടക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഏറ്റവും ചുരുങ്ങിയ മിനിമം 10,000 രൂപ പിന്നെ ഒരു 3-4 വർഷം അടച്ചാൽ കിട്ടും. പിന്നെ ബാക്കി സംസ്ഥാനമായ ലക്ഷ്യങ്ങൾ ഇതിനൊക്കെ ഈ ആനുകൂല്യങ്ങൾ കൂടും. അപ്പോൾ ഈ കോവിഡ് സമയത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ പിന്നെ ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് തന്നെ വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പട്ടിക സർവീസ് ബാങ്കിൽ ജീവനക്കാരൻ. അപ്പം അന്ന് സർവീസിലിരിക്കേ അപ്പോൾ ICICI ബാങ്കുമായിട്ട് ഞങ്ങൾ ടൈപ്പുണ്ട്. അപ്പോൾ ഈ ICICI ബാങ്കിൻ്റെ പിന്നെ അത് നാഷണലൈസ്ഡ് ബാങ്കാണ്. അപ്പോൾ ICICI ബാങ്കുമായി IFSC കോഡ് IFSC കോഡ് നമ്മൾ വെച്ച് കണ്ട് നമ്മുടെ പാസ്ബുക്കിൽ പേ പറഞ്ഞ മാതിരി ആ ബാങ്കിൽ ഈ പിന്നെ ആളുകൾ ഈശ്വരത്തിലൊക്കെ പോയിട്ട് ഇപ്പം നമ്മൾ ചേർന്ന ആളുകളൊക്കെ പൈസ സ്ഥിരമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ ഇത് വെച്ച് അപേക്ഷ കൊടുത്താൽ ഇത് പിന്നെ അപേക്ഷ കൊടുത്തു. ഇവർക്ക് എല്ലാവർക്കും 2000 കിട്ടും. അപ്പോൾ നമ്മൾ യോഗം വിളിച്ചു. ഈ യോഗം വിളിച്ചപ്പോൾ സ്വയമായൊരു മെമ്പറുണ്ട്, പാർട്ടിൻ്റെ ആളുകളുണ്ട്. എങ്ങനെ ഇവർക്ക് കിട്ടിയത്? ഞങ്ങൾ നിങ്ങളെല്ലാം യോഗം വിളിച്ചു. എല്ലാവരും വീട്ടിലോട്ടാണ് ഈ ശേഷം ഞാൻ നല്ല സംസാരിക്കാറ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ പാർട്ടിയിലെ ആ രീതിയിൽ ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞാൽ രാമമാഷ സംസാരിക്കാൻ പറഞ്ഞാൽ ഇല്ല. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നമ്മളെന്ത് വേണം? ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരായാലും ഡോക്ടറായാലും അതുമാതിരി പാർട്ടിൻ്റെ ആളുകളാണെങ്കിലും പാവപ്പെട്ടവനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാദേശിക ആളുകളിൽ ഇതുകൊണ്ട് പാർട്ടിക്ക് ഗുണങ്ങളുണ്ടോ? അതല്ല ക്ഷേമനിധി പലതും നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വഴിക്ക് അത് പാർട്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നമ്മൾ വളരെ സംസാരിക്കാൻ പറഞ്ഞ അത് നമ്മളോട് കഴിയാന്ന് നമ്മൾ സ്ഥലം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പാർട്ടിക്ക് ഒരു ദോഷം വരാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പ്രാദേശികമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 240 രൂപ. അപ്പോൾ 300 രൂപ ഇപ്പം ഈ 400 രൂപയാണ്. 400 ശരിക്കും 450 വേണം. അപ്പോൾ അതിൻ്റെ ബുക്ക് മറ്റുള്ള ചിലവുമായിട്ട് മറിച്ചൊക്കെ ശരി. അത് കണ്ടപ്പോൾ നമ്മൾ 400 ഒരു ഫിക്സർ കാരണം ഇപ്പോൾ ഈ 240 25 മെമ്പർഷിപ്പ് 10 രൂപ അവിടെ പിന്നെ അങ്ങനെ 25 രൂപ ഒരു കൊല്ലത്തിൽ ഇത് കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് നമ്മൾ വയനാടിലിപ്പോൾ യൂണിറ്റ് തലത്തിൽ കൂടിയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇന്നയാൾ പ്രസവിച്ചു അല്ലെങ്കിൽ ഇന്നയാളെ മറ്റേ അസുഖം വന്ന് ചികിത്സ. അപ്പോൾ ഈ അസുഖത്തിന് നമ്മളിപ്പോൾ ഇവിടെ MBBS ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടറെ എഴുതിയാൽ മതി. ആ ഡോക്ടർ എഴുതി ആ ബില്ല് സൂക്ഷിക്കണം.